എൻ്റെ പള്ളിയിൽ ഒരു ചെറുപ്പക്കാരൻ എല്ലാ ദിവസവും എല്ലാ വക്തിനും ഉണ്ടാകും, എല്ലാ ദിവസവും ഉണ്ടാകും. പള്ളിയിൽ ഫ്രണ്ട് സഫിലാണ് വന്ന് നിൽക്കുക. അപ്പോൾ ഈ ചെറുപ്പക്കാരിങ്ങനെ എപ്പോഴും നിസ്കരിക്കാനുണ്ടാകുമ്പോൾ പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാറുണ്ടല്ലോ. വയസ്സായ ആളുകളാണെങ്കിൽ പിന്നെ അവർ വയസ്സായത് കൊണ്ടാണ്, വേറെ ജോലിയൊന്നും ഇല്ല, അവർ വരുന്നു. പക്ഷെ ഇത് ഒരു ജോലിയുള്ളൊരു ചെറുപ്പക്കാരനാണ്, 10-25 വയസ്സുണ്ട്. അപ്പോൾ എല്ലാ ദിവസവും അവനിങ്ങനെ വരുമായിരുന്നു, പള്ളിയിൽ നിസ്കരിക്കാൻ വരും. അപ്പോൾ അങ്ങനെ സംസാരിക്കുന്ന കൂട്ടത്തിൽ അവനിങ്ങനെ പറഞ്ഞു, ഉസ്താദെ പ്രത്യേകം നിങ്ങൾ ദുആ ഇറക്കണം, കല്യാണം അങ്ങോട്ട് ശരിയാകുന്നില്ല, അപ്പോൾ വേഗത്തിൽ ഖൈറായൊരു പെണ്ണിനെ കിട്ടാൻ വേണ്ടി പ്രത്യേകം നിങ്ങൾ ദുആ ഇറക്കണേ എന്നിങ്ങനെ പറഞ്ഞു. ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യാം. അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞിട്ട് പിന്നെ മൂപ്പരെ കണ്ടില്ല. ഒരാഴ്ച കഴിഞ്ഞിട്ട് പിന്നെ കണ്ടില്ല. ഒരാഴ്ച കഴിഞ്ഞു, 2 ആഴ്ച കഴിഞ്ഞു, 3 ആഴ്ച കഴിഞ്ഞിട്ട് ഒരു ദിവസം ഒരു കടയിൽ വെച്ച് മൂപ്പരെ കണ്ടു. ഞാൻ ചോദിച്ചു, എന്തായി കല്യാണത്തിൻ്റെ? ആ സമയത്ത് ഭയങ്കര ദേഷ്യമാണോ ദേഷ്യമല്ല, സങ്കടമാണോ സങ്കടമല്ല, ആ ഒരു രൂപത്തിൽ. ഇപ്പോൾ പള്ളിയിലേക്ക് കാണില്ലല്ലോ, എന്തു പറ്റി? ഉസ്താദേ, എൻ്റെ വാപ്പാക്കും ഉമ്മാക്കും എന്നെ വേണ്ട, ഒരു പെണ്ണിനും എന്നെ വേണ്ട, പടച്ചോന് പോലും എന്നെ വേണ്ട, അതുകൊണ്ട് എനിക്കും ആരെയും വേണ്ട. നമ്മുടെ വീഡിയോകൾക്കൊക്കെ താഴെ ഒരുപാട് പേര് കമൻറ്റ് എഴുതാറുണ്ട്, ഒരുപാട് വിഷമങ്ങൾ പറഞ്ഞ്, സങ്കടങ്ങൾ പറഞ്ഞ്. അതിൽ നിരവധി ആളുകൾ എഴുതിയൊരു കമൻറ്റാണ്, ഉസ്താദേ എൻ്റെ മോന്, എൻ്റെ മോൾക്ക് വിവാഹപ്രായം എത്തിയിട്ട് വിവാഹം ശരിയാകുന്നില്ല. അതുപോലെ തന്നെ പല സഹോദരിമാരും സഹോദരങ്ങളും 10-30 വയസ്സ് കഴിഞ്ഞു ഉസ്താദ്, ഇതുവരെ നല്ലൊരു വിവാഹബന്ധം വന്നിട്ടില്ല. അങ്ങനെ കുടുംബജീവിതവുമായി ബന്ധപ്പെട്ട്, നിക്കാഹ് വിവാഹ ബന്ധവുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിഷമങ്ങൾ അനുഭവിക്കുന്ന നിരവധി ആളുകളുണ്ട് നമ്മുടെ കൂട്ടത്തിൽ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ആ വിവാഹം വേഗത്തിൽ നടക്കാനും, വിവാഹവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങളുണ്ടെങ്കിൽ അതൊക്കെ മാറി എല്ലാം ഖൈറായി സലാമത്താവാനും, നല്ലൊരു കുടുംബജീവിതം ഉണ്ടാവാനും 12 ദിവസം പറയേണ്ട അത്ഭുത ഒരു വചനമുണ്ട്, അത്ഭുതപ്പെടുത്തുന്നൊരു വചനം. ഇൻഷാ അല്ലാഹ് അതേതാണെന്ന് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് കേൾക്കാം. കൂട്ടത്തിൽ ഒരു സൂറത്ത് ഓതിയാൽ വിവാഹം വേഗത്തിൽ നടക്കുമെന്ന്, കുടുംബജീവിതത്തിൽ ബറക്കത്തുണ്ടാകുമെന്ന്, ജനിക്കുന്ന കുട്ടികൾ സൗന്ദര്യമുള്ളവരായി മാറുമെന്നൊക്കെ നമുക്ക് ചില കിതാബുകളിൽ കാണാം. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഏതാണ് ആ സൂറത്ത് എത്ര പ്രാവശ്യം ഓതണം എല്ലാം നമുക്ക് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമുക്ക് മനസ്സിലാക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹ്. നമുക്കെല്ലാവർക്കും കൂടി ഒരു സ്വലാത്ത് ചൊല്ലിയാലോ? എല്ലാവരും ഒന്നിച്ച് ചൊല്ലിക്കോ. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലിം. അല്ലാഹുവേ പടച്ച റബ്ബേ, ഞങ്ങൾ ചൊല്ലിയ സ്വലാത്ത് അതിൻ്റെ പ്രതിഫലം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദറത്തിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ അല്ലാ. റഹ്മാനെ, ഞങ്ങളുടെ ഈ ചൊല്ലിയ സ്വലാത്തിൻ്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ പ്രശ്നങ്ങൾ മാറ്റിത്തരണേ അല്ലാ, പ്രയാസങ്ങൾ മാറ്റിത്തരണേ റഹ്മാനെ. ഇന്ന് ഞങ്ങൾ പറയുന്ന പഠിക്കുന്ന ഈ കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ അമൽ ചെയ്യാനുള്ള മഹാസൗഭാഗ്യം നീ നൽകണേ റഹ്മാനെ. എല്ലാവരുടെയും എല്ലാ പ്രയാസ പ്രശ്നങ്ങളും മാറ്റിക്കൊടുക്കണേ അല്ലാ, ആമീൻ. എൻ്റെ പള്ളിയിൽ ഒരു ചെറുപ്പക്കാരൻ വരുമായിരുന്നു. മൂപ്പര് എല്ലാ ദിവസവും എല്ലാ വക്തിനും ഉണ്ടാകും, എല്ലാ ദിവസവും ഉണ്ടാകും. പള്ളിയിൽ ഫ്രണ്ട് സഫിലാണ് വന്ന് നിൽക്കുക. അപ്പോൾ ഈ ചെറുപ്പക്കാരിങ്ങനെ എപ്പോഴും നിസ്കരിക്കാനുണ്ടാകുമ്പോൾ പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാറുണ്ടല്ലോ. വയസ്സായ ആളുകളാണെങ്കിൽ പിന്നെ അവർ വയസ്സായത് കൊണ്ടാണ്, വേറെ ജോലിയൊന്നും ഇല്ല, അവർ വരുന്നു. പക്ഷെ ഇത് ഒരു ജോലിയുള്ളൊരു ചെറുപ്പക്കാരനാണ്, 10-25 വയസ്സുണ്ട്. അപ്പോൾ എല്ലാ ദിവസവും അവനിങ്ങനെ വരുമായിരുന്നു, പള്ളിയിൽ നിസ്കരിക്കാൻ വരും. അപ്പോൾ അങ്ങനെ സംസാരിക്കുന്ന കൂട്ടത്തിൽ അവനിങ്ങനെ പറഞ്ഞു, ഉസ്താദെ പ്രത്യേകം നിങ്ങൾ ദുആ ഇറക്കണം, കല്യാണം അങ്ങോട്ട് ശരിയാകുന്നില്ല, അപ്പോൾ വേഗത്തിൽ ഖൈറായൊരു പെണ്ണിനെ കിട്ടാൻ വേണ്ടി പ്രത്യേകം നിങ്ങൾ ദുആ ഇറക്കണേ എന്നിങ്ങനെ പറഞ്ഞു. ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യാം. അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞിട്ട് പിന്നെ മൂപ്പരെ കണ്ടില്ല. ഒരാഴ്ച കഴിഞ്ഞിട്ട് പിന്നെ കണ്ടില്ല. ഒരാഴ്ച കഴിഞ്ഞു, 2 ആഴ്ച കഴിഞ്ഞു, 3 ആഴ്ച കഴിഞ്ഞിട്ട് ഒരു ദിവസം ഒരു കടയിൽ വെച്ച് മൂപ്പരെ കണ്ടു. ഞാൻ ചോദിച്ചു, എന്തായി കല്യാണത്തിൻ്റെ? ആ സമയത്ത് ഭയങ്കര ദേഷ്യമാണോ ദേഷ്യമല്ല, സങ്കടമാണോ സങ്കടമല്ല, ആ ഒരു രൂപത്തിൽ. ഇപ്പോൾ പള്ളിയിലേക്ക് കാണില്ലല്ലോ, എന്തു പറ്റി? ഉസ്താദേ, എൻ്റെ വാപ്പാക്കും ഉമ്മാക്കും എന്നെ വേണ്ട, ഒരു പെണ്ണിനും എന്നെ വേണ്ട, പടച്ചോന് പോലും എന്നെ വേണ്ട, അതുകൊണ്ട് എനിക്കും ആരെയും വേണ്ട. സത്യത്തിൽ വേറെ ഒന്നുമല്ല, 2-3 കല്യാണ ആലോചനകൾ വന്നു, അതൊന്നും ശരിയായില്ല. അതിൻ്റെ വിഷമത്തിൽ മൂപ്പര് പള്ളിയിലേക്കും വരുന്നില്ല, വീട്ടുകാരോടും ദേഷ്യമാണ്, എല്ലാവരോടും ദേഷ്യമാണ്. സത്യത്തിൽ നമ്മൾ ഒരു വിഷമം വരുമ്പോൾ കൂടുതൽ അള്ളാഹുവിലേക്ക് അടുക്കേണ്ടതിന് പകരം അത് അള്ളാഹുവിൽ നിന്നും അകന്നകന്നു പോവാൻ പാടില്ല.
ഒരു കല്യാണാലോചന വന്നു, ശരിയായില്ല, കൂടുതൽ അള്ളാഹിലേക്ക് അടുക്കുക. പടച്ചോനെ ഒരെണ്ണം മുടങ്ങിപ്പോയി, എനിക്ക് ഖൈറായത് എത്തിച്ചു തരണേ. അങ്ങനെ നമ്മൾ ദ്വാരക്കണം. രണ്ടാമത്തത് മുടങ്ങിപ്പോയാൽ വീണ്ടും അള്ളാഹിനോട് കൂടുതൽ അടുക്കണം, അള്ളാഹുലേക്ക് കൂടുതൽ അടുത്തുകൊണ്ടിരിക്കണം. അപ്പോഴാണ് വിജയം ഉണ്ടാവുക. ഞാനിത് പറയാനുള്ള കാരണം, നമ്മുടെ വീഡിയോകൾക്കൊക്കെ താഴെ എത്രയോ ഉമ്മമാരും ഉപ്പമാരുമാണ് കമൻ്റ് എഴുതുന്നത്. അതായത് ഉസ്താദേ, എൻ്റെ മോളുടെ കല്യാണം ശരിയായിട്ടില്ല, എൻ്റെ മോൻ്റെ കല്യാണം ശരിയായിട്ടില്ല, എൻ്റെ വിവാഹം നടക്കുന്നില്ല, പ്രത്യേകം വേഗത്തിൽ ഖൈറായി നടക്കാൻ നിങ്ങൾ പ്രത്യേകം ദുആ ചെയ്യണമെന്ന് ഒരുപാട് ദുആ വസിയത്ത് നമുക്ക് വരാറുണ്ട്. ഒരുപാട് പേര് ദുആ ചെയ്യാൻ പറയുന്നുണ്ട്. അള്ളാഹുവെ പടച്ചവനെ, ആരെല്ലാം വിവാഹപ്രായം എത്തിയിട്ട് വിവാഹം ശരിയാതെ വിഷമിക്കുന്ന ആണുങ്ങളുണ്ട്, പെണ്ണുങ്ങളുണ്ട്, എല്ലാവർക്കും നീ ഖൈറായ ഇണകളെ നീ അടുപ്പിച്ചു കൊടുക്കണേ റഹ്മാനെ, ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ പറഞ്ഞു വന്നത്, വിവാഹ ആലോചന നടക്കാതെ പോകുന്നു, അല്ലെങ്കിൽ ഒരുപാട് ആലോചന വരുന്നുണ്ട്. അതൊക്കെ പല കാര്യത്തിൽ, ഇപ്പോൾ കാശില്ല, അല്ലെങ്കിൽ സ്ത്രീധനം കൊടുക്കാനില്ല, അല്ലെങ്കിൽ സൗന്ദര്യമില്ല, കുടുംബമഹിമയില്ല, പൊക്കം കുറവാണ്, പൊക്കം കൂടുതലാണ്, വണ്ണം കുറവാണ്, വണ്ണം കൂടുതലാണ്, അങ്ങനെ പല പല കാര്യങ്ങളുടെ പേരിൽ നിക്കാഹുകൾ, വിവാഹങ്ങൾ മുടങ്ങിപ്പോകുന്നുണ്ടോ? 12 ദിവസം തുടർച്ചയായി ഇനി പറയാൻ പോകുന്ന കാര്യം, അങ്ങനെ വിഷമിക്കുന്ന ആളുകൾ ചെയ്യാൻ തയ്യാറാണോ? ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ വിവാഹം വേഗത്തിൽ ഖൈറായി നടക്കും, അല്ലാഹ് ഉദ്ദേശിച്ച. ഒരുപാട് കാര്യങ്ങളുണ്ട്. വിവാഹം വേഗത്തിൽ നടക്കാൻ നമുക്ക് മഹത്തുക്കൾ പഠിപ്പിച്ചു തന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇവിടെ ഞാനൊന്ന് പറയട്ടെ, പല ആളുകളും യൂട്യൂബിൽ നമ്മുടെ ക്ലാസ് ഉണ്ട്, ഇതുപോലെ ഒരുപാട് ഉസ്താദുമാരുടെ ക്ലാസ് ഉണ്ട് അല്ലേ, ഒരുപാട് ഉസ്താദുമാരിങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു തരുന്നുണ്ട്. എല്ലാവരുടെയും കാണുക, എല്ലാവരും നല്ല നല്ല കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ ഒരു സഹോദരൻ പറഞ്ഞു, ഞാനിപ്പോൾ യൂട്യൂബിലുള്ള പരിപാടിയൊക്കെ നിർത്തി, യൂട്യൂബിൽ ഉസ്താദുമാർ പറയുന്ന വീഡിയോ ഒന്നും ഞാൻ കാണാറില്ല. ചോദിച്ചു, അതെന്ത് പറ്റി? അവരൊക്കെ പറയുന്നത് വെറുതെയാണ്. ഇന്ന കാര്യം ശരിയാവാൻ ഈ ദുആ പറഞ്ഞാൽ മതി, കടം മാറാൻ ഈ ദുആ പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ എന്താണ്, ഇപ്പോൾ രോഗം മാറാൻ ഇത് ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞ് ഞാൻ ചെയ്തിട്ട് ആ രോഗമൊന്നും മാറിയില്ല. അപ്പം ഞാൻ ചോദിച്ചു, ഇപ്പോൾ ആ കടം മാറാൻ ദുആ ചെയ്യാൻ പറഞ്ഞില്ലേ, പറഞ്ഞു, എത്ര ദിവസം ദുആ ചെയ്തു? ഞാൻ 2 ദിവസം. കേട്ടോ, കടം മാറിയോ? ഇല്ല. ഇതാണ് പ്രശ്നം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് എത്രയോ ദുആകൾ പഠിപ്പിച്ചു. അവിടെയൊക്കെ പറയുന്നു, മൺദാമ, ഒരാൾ നിത്യമാക്കിയാലെന്നാണ്. അതായത് 1 അല്ല 2 അല്ല 3 അല്ല, കുറഞ്ഞത് 21 ദിവസമെങ്കിലും അയാൾ അത് ചെയ്യാൻ പറഞ്ഞ കാര്യം നിത്യമാക്കണം. എന്നാൽ അവനിക്ക് ആ ചെയ്തത് കൊണ്ട് ആ കാര്യം കൊണ്ട് ഫലം കിട്ടും. രണ്ടാമതായി ശ്രദ്ധിക്കേണ്ടത്, ഈ സുന്നത്തായ കാര്യങ്ങൾ മാത്രമല്ല, ഫർളായ കാര്യങ്ങളുണ്ട്. ഫർള് നിസ്കാരം ഖളാ ആക്കിയിട്ട് ദിക്റോട് ദിക്ർ. എന്താ നേട്ടം? ഫർള് നിസ്കാരം, ഫർളായ ഒന്നുമില്ല, റമളാൻ മാസത്ത് നോമ്പ് പിടിക്കില്ല, പക്ഷേ ഭയങ്കര ദിക്റാണ്, ഭയങ്കര ദുആയാണ്. നമ്മൾ ഫർളായ കാര്യങ്ങൾ കൃത്യമാക്കിയിട്ട് നമ്മൾ ഈ സുന്നത്തായ കാര്യങ്ങൾ ചെയ്തു നോക്കി, ഇൻഷാ അല്ലാഹ് നമുക്ക് വളരെയധികം എഫക്റ്റീവ് ആകും കാര്യങ്ങളൊക്കെ. നമ്മൾ എന്ത് കാര്യം മനസ്സിൽ കരുതിയോ അതൊക്കെ അല്ലാഹു നിർവഹിച്ചു തരും. അപ്പോൾ ആദ്യം ഫർളായ നിസ്കാരം ഉൾപ്പെടെ ഫർളായ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതോടൊപ്പം തന്നെ നമ്മൾ എന്ത് ശ്രദ്ധിക്കണം? ഈ സുന്നത്തായ കാര്യങ്ങളും ചെയ്യാൻ പ്രത്യേകം നമ്മൾ മനസ്സിലാക്കുക. അങ്ങനെ മനസ്സിലാക്കി നമ്മൾ ചെയ്യുക. പിന്നെ വിവാഹം വേഗത്തിൽ നടക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. ആദ്യം നമുക്ക് വേണ്ടത് മനസ്സിൽ നല്ലൊരു നിയ്യത്താൻ, ഇൻഷാ അല്ലാഹ് എൻ്റെ കല്യാണം നടക്കും. നല്ല വിശ്വാസം വേണം. ഈ കാണുന്ന ആളുകൾക്കൊക്കെ അല്ലേ, 1, 2, 3, 4, 5, 10, 15 പെണ്ണ് കണ്ടിട്ടായിരിക്കും ഒരുപക്ഷെ ശരിയായിട്ടുണ്ടാവുക, ചെറുക്കൻ കണ്ടിട്ടായിരിക്കും ശരിയായിട്ടുണ്ടാവുക. അപ്പോൾ നല്ല വിശ്വാസം. എന്താ വിശ്വാസം വേണ്ടത്? ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല ഖദറാക്കി, അല്ലാഹു നിശ്ചയിച്ച സമയത്തിൽ എൻ്റെ നിക്കാഹ് നടക്കും, എൻ്റെ വിവാഹം നടക്കും. ആ ഒരു മനസ്സ് നമുക്കൊക്കെ ഉണ്ടാവണം. രണ്ടാമത്തേത്, എപ്പോഴും നമ്മൾ ദുആ ചെയ്യുന്ന സമയത്ത് അല്ലാഹുവേ എനിക്ക് ഖൈറായ ഒരു ബന്ധമാക്കണേ, എനിക്ക് ഖൈറായ ബന്ധം തരണേ എന്നായിരിക്കണം നമ്മൾ ദ്വാരക്കേണ്ടത്. അല്ലാതെ ഏതെങ്കിലും ഒരു പെണ്ണിനെ കെട്ടണേ, ഏതെങ്കിലും ഒരു ചെറുക്കനെ കെട്ടണേ, അങ്ങനെയല്ല. ഖൈറായ ഒരു ബന്ധം, ഖൈറായ ഒരു ചെറുക്കൻ അല്ലെങ്കിൽ ഖൈറായ ഒരു പെണ്ണ് നീ എനിക്ക് അടുപ്പിച്ച് തരണേ എന്നാണ് നമ്മൾ ദ്വാരക്കേണ്ടത്. പിന്നെ മൂന്നാമത്തേത്, നമുക്ക് യോജിച്ചത് അല്ലാഹു തരും അല്ലേ. ഇപ്പോൾ ചില ആളുകൾ പറയാറുണ്ട്, ഞാൻ 10 പെണ്ണ് കാണാൻ പോയി ഉസ്താദെ, 10 പെണ്ണ് പോയി കണ്ടു, എന്നിട്ട് ഞാൻ കെട്ടിയത് രണ്ടാമത് പോയി കണ്ട പെണ്ണിനെയാണ്. ആദ്യം ഒരു പെണ്ണിനെ കണ്ടു, ഇഷ്ടപ്പെട്ടില്ല, രണ്ടാമത് കണ്ടു, അത് നടന്നില്ല, പിന്നെ 3, 4, 5, 6, 7, 8, 9, 10 പെണ്ണ് പോയി കണ്ടു, എന്നിട്ടൊന്നും ശരിയായില്ല. പിന്നെ വീണ്ടും ശരിയായത് രണ്ടാമത് പോയി കണ്ട പെണ്ണിനെയാണ് ഞാൻ കെട്ടിയത്. അങ്ങനെ പറയുന്ന ആളുകളുണ്ട്. അപ്പോൾ അള്ളാഹു നമുക്ക് നിശ്ചയിച്ച സമയത്ത് നടക്കും. പിന്നെ നിക്കാഹ് എന്ന് പറഞ്ഞാൽ അത് സുന്നത്താണ്. നിക്കാഹ് വളരെ ശക്തിമത്തായ സുന്നത്താണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ആദ്യം നമ്മുടെ മനസ്സിൽ വേണ്ടത് കല്യാണം കഴിക്കാനുള്ള ഒരു ആഗ്രഹമാണ്. ഇത് ആഗ്രഹമില്ലാതെ കെട്ടിയേൽപ്പിക്കുന്ന ഒരു പരിപാടിയല്ല കല്യാണം.
പ്രത്യേകം വാപ്പമാരും ഉമ്മമാരും ശ്രദ്ധിക്കണം. അതായത് ചില മക്കൾക്ക് ചില ദുസ്വഭാവങ്ങൾ ഉണ്ടാവും. ചിലപ്പോൾ കള്ളുകൂടി ഉണ്ടാവും, അല്ലെങ്കിൽ കഞ്ചാവ് വലിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ വല്ല മോശപ്പെട്ട സ്വഭാവം ഉണ്ടാവും. അപ്പോൾ എന്താ കരുതുന്ന, ഒരു കല്യാണം കഴിപ്പിച്ച ഇതൊക്കെ ശരിയാകുമെന്ന്? ഒരിക്കലും ശരിയാവില്ല. അത് കല്യാണം കഴിപ്പിച്ചാൽ ശരിയാകും, ഒരിക്കലും ശരിയാവില്ല. കല്യാണം കഴിപ്പിച്ചാൽ ശരിയാകുമെങ്കിൽ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് എന്താ പ്രശ്നം? കല്യാണം കഴിക്കുന്നതിന് മുമ്പ് എന്താ പ്രശ്നം? അത് ശരിയാക്കാവുന്നതേ ഉള്ളൂ. കല്യാണം കഴിച്ചിട്ട് ശരിയാക്കാൻ നിന്നാൽ അത് ശരിയാവില്ല. അത് ഒന്നുകൂടി പ്രശ്നത്തിലേ ആകുള്ളൂ. നമ്മുടെ മക്കളെ നമ്മൾ എന്ത് ചെയ്യുക, അവർക്ക് ആഗ്രഹമുള്ള സമയത്ത് വേണം വിവാഹം കഴിപ്പിക്കാൻ. എന്ന് വെച്ചാൽ ചില കുട്ടികളുണ്ട്, അവർ പെൺകുട്ടികൾ എനിക്ക് പഠിക്കണം, 18 വയസ്സ് കഴിഞ്ഞു, 19 കഴിഞ്ഞു, 20, 22, 25, 30 വയസ്സായാലും എനിക്കിപ്പോൾ വേണ്ട, എനിക്ക് ഇപ്പോഴേ കല്യാണം വേണ്ട, എനിക്ക് എന്താണ് ഒന്നും കൂടി പഠിക്കണം, എനിക്ക് അവിടെ അതെടുക്കണം, ഇതെടുക്കണം, ആ കോഴ്സ് പഠിക്കണം, ഈ കോഴ്സ് പഠിക്കണം. അങ്ങനെ കയറൂരി വിടാൻ പാടില്ല. വിവാഹപ്രായമെത്തിയാൽ അവരെ കൊണ്ട് വിവാഹം കഴിപ്പിക്കണം. അതോടൊപ്പം തന്നെ അവരുടെ മനസ്സ് മനസ്സിലാക്കണം. ചില ആളുകളുണ്ടാകും കല്യാണം കഴിക്കാൻ തീരെ താല്പര്യമില്ലാത്തവർ, അവർ കൂടുതൽ നിർബന്ധിക്കാൻ നിൽക്കട്ടെ. അതുപോലെ തന്നെ ഇണയെ സംരക്ഷിക്കാൻ, അതുപോലെ ഇണയെ പോറ്റാനും പറ്റുന്നവനിക്ക് വിവാഹം ചെയ്തു കൊടുക്കാവൂ. ഒരു ജോലിയും കൂലിയില്ല, ഒരു ആരോഗ്യമില്ലാത്തവന് കല്യാണം കഴിച്ചു കൊടുക്കരുത്. അത്യാവശ്യം അധ്വാനിക്കാൻ കഴിവുള്ള, അധ്വാനിക്കുന്ന, എൻ്റെ മോളെ കെട്ടിച്ചു കൊടുത്താൽ ഒരു പ്രയാസം ഉണ്ടാവില്ല എന്ന് മനസ്സിലാക്കിയവർക്ക് വേണം നമ്മൾ കല്യാണം കഴിച്ചു കൊടുക്കാൻ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നിക്കാഹുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രശ്നത്തിലകപ്പെട്ടവരുണ്ട്, നിക്കാഹ് നടക്കാത്തവരുണ്ട്, നിക്കാഹ് നടക്കാൻ ഒരുപാട് വിവാഹ ആലോചനകൾ തേടുന്നവരുണ്ട്. അവർക്കൊക്കെ ഞാൻ പറഞ്ഞു തരട്ടെ. മിൻഹത്തുൽ സിറാജ് എന്ന് പറയുന്ന ഒരു കിതാബ്, ആ കിതാബിൽ കാണാം, മഹത്തുക്കൾ നമുക്ക് പഠിപ്പിച്ചു തരുകയാണ്, ഒരാൾ ഈ നല്ല ഹൈറായ ബന്ധം കിട്ടണം എന്ന് മനസ്സിൽ കരുതിയിട്ട് ഒരാൾ ഒരു ദിവസം 1200 പ്രാവശ്യം, 1200 പ്രാവശ്യം, ഒരു ദിവസം 1200 പ്രാവശ്യം യാ ബദീഅൽ അജായിബി ബിൽ ഖൈരി യാ ബദീഅ എന്ന ഒരു ദിക്ർ പറഞ്ഞിട്ട് അവൻ ദുആ ചെയ്താൽ, അങ്ങനെ തുടർച്ചയായി 12 ദിവസം അവൻ ഇത് പറഞ്ഞിട്ട് 1200 വട്ടം ഈ ഒരു ദുആ, ഈ ഒരു ദിക്ർ, ഈ ഒരു മഹത്വമുള്ള വാക്ക് പറഞ്ഞിട്ട് അവൻ ദുആ ചെയ്താൽ അവർക്ക് ഖൈറായ ആ ഒരു നിക്കാഹിൻ്റെ ബന്ധം വരുമെന്നാണ്. എന്താ പറയേണ്ടത്? യാ ബദീഅൽ അജായിബി ബിൽ ഖൈരി യാ ബദീഅ. ഒന്നുകൂടി പറയാം, യാ ബദീഅൽ അജായിബി ബിൽ ഖൈരി യാ ബദീഅ. വല്ലാത്തൊരു ശ്രേഷ്ഠതയുള്ള ദിക്റാൻ ഈ ദിക്ർ. ഒരു മനുഷ്യൻ ഒരു ദിവസം 1200 വട്ടം പറഞ്ഞിട്ട് അവൻ ദുആ ചെയ്തു നോക്ക്. അങ്ങനെ തുടർച്ചയായി 12 ദിവസം അവൻ ചെയ്താൽ അവൻ്റെ മനസ്സിലുള്ള ആഗ്രഹങ്ങൾ അല്ലാഹു സഫലീകരിച്ചു കൊടുക്കുന്നതാണ്. മാത്രമല്ല ഖൈറായ നിക്കാഹ് കഴിയാത്തവനാണെങ്കിൽ ഖൈറായ ഒരു ബന്ധം അല്ലാഹു അവനിക്ക് അടുപ്പിച്ചു കൊടുക്കും. യാ ബദീഅൽ അജായിബി ബിൽ ഖൈരി യാ ബദീഅ എന്നവൻ പറയട്ടെ. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, സൂറത്ത് യൂസുഫ് സൂറത്ത് ഒരു മനുഷ്യൻ അവൻ ഓതുന്നത് നിത്യമാക്കിയാലും അവൻ്റെ ഖൈറായ ബന്ധം, വിവാഹ ബന്ധം അടുത്ത് കിട്ടുന്നതാണ്. അതുകൊണ്ട് വിവാഹം ശരിയാവാതെ വിഷമിക്കുന്ന ഒരുപാട് പേരുണ്ടാകും. അവർക്കുള്ള ഒരു മറുമരുന്നാണ് ഞാൻ പറഞ്ഞു തന്നത്, അവർക്കുള്ള ഒരു പരിഹാര ക്രിയയാണ് ഇവിടെ പറഞ്ഞത്. ഒന്ന് ഒരു ദിക്റാണ്, രണ്ടാമത്തേത് ഒരു സൂറത്താണ്. യാ ബദീഅൽ അജായിബി ബിൽ ഖൈരി യാ ബദീഅ എന്ന ദിക്ർ 1200 പ്രാവശ്യം ഒരു ദിവസം. വളരെ സിമ്പിളാണ് പറയാൻ, വലിയ ദീർഘമുള്ളൊരു വാക്കൊന്നുമല്ലത്. അതുപോലെ സൂറത്ത് യൂസുഫ്, അത് വല്ലാത്ത ശ്രേഷ്ഠതയുള്ളൊരു സൂറത്താണ്. അതിൻ്റെ തഫ്സീറിൽ കാണാം, ഈ നിക്കാഹുമായി ബന്ധപ്പെട്ട് പ്രതിസന്ധികൾ അനുഭവിക്കുന്നവർ, കുടുംബജീവിതത്തിൽ ഒരു ബർക്കത്തുണ്ടാവാനും മക്കളൊക്കെ ഖൈറായി മാറാനും ഒക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഈ സൂറത്ത് യൂസുഫ് ഓതിയാൽ വല്ലാത്ത ശ്രേഷ്ഠത കിട്ടുമെന്നാണ് ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഈ രണ്ട് കാര്യവും മറന്നു പോവണ്ട. അല്ലാഹു തആല തൗഫീക്ക് തരുമാറാവട്ടെ ഇതൊക്കെ ചെയ്യാൻ. അതോടൊപ്പം തന്നെ ഒരാൾ ചോദിച്ചു, ഉസ്താദെ ഞാൻ വ്യാഴാഴ്ച സുന്നത്ത് നോമ്പ് പിടിക്കുന്നുണ്ട്, തിങ്കളാഴ്ച അങ്ങനെ പിടിക്കാറില്ല, കുഴപ്പമുണ്ടോ? ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് വ്യാഴാഴ്ച സുന്നത്ത് നോമ്പ് പിടിക്കുന്നുണ്ട്, തിങ്കളാഴ്ചയും പിടിക്കാൻ പറ്റിയാൽ ഏറ്റവും ഖൈറ് തിങ്കളാഴ്ച പിടിക്കില്ല. വ്യാഴാഴ്ച സുന്നത്ത് നോമ്പുണ്ട്, തിങ്കളാഴ്ച സുന്നത്ത് നോമ്പുണ്ട്. ഈ 2 ദിവസങ്ങളിൽ ഏതെങ്കിലും ഒരു ദിവസമാണ് ഒരാൾ സുന്നത്ത് നോമ്പ് പിടിക്കാൻ താല്പര്യപ്പെടുന്നതെങ്കിൽ അത് തിങ്കളാഴ്ചയാണ് ഏറ്റവും നല്ലത്. വ്യാഴാഴ്ച രാവിന് മഹത്വമുണ്ട്, കാരണം വ്യാഴാഴ്ച രാത്രി എന്ന് പറഞ്ഞാൽ വെള്ളിയാഴ്ച രാവാണ്. രാവിൻ്റെ മഹത്വം അത് ഏതാണ്?
വെള്ളിയാഴ്ച രാവാണ്. എന്നാൽ ദിവസം പകലിൽ മഹത്വമുള്ളത് അത് തിങ്കളാഴ്ച പകലാണ്. കാരണം തിങ്കളാഴ്ച പകലാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്തേക്ക് ജനിച്ചു വീണത്. ആ ഒരു പ്രത്യേകത എല്ലാ തിങ്കളാഴ്ച ദിവസത്തിനുണ്ട്. അതുകൊണ്ട് തിങ്കളാഴ്ച രാവിലെ യാത്ര പോകൽ പ്രത്യേകം ഹൈർ കിട്ടുമെന്നാണ്. അതുപോലെ നല്ല കാര്യങ്ങളൊക്കെ തുടങ്ങാൻ തിങ്കളാഴ്ച ദിവസം തിരഞ്ഞെടുക്കണമെന്നാണ്. അതുപോലെ തന്നെ സുന്നത്ത് നോമ്പ് പിടിക്കാൻ ഒരാൾ മനസ്സിൽ കരുതിയിട്ടുണ്ടെങ്കിൽ തിങ്കളാഴ്ച പിടിക്കൽ നല്ലതാണ് എന്നൊക്കെ നമുക്ക് കിതാബിൽ കാണാം. അപ്പോൾ ഇൻഷാ അല്ലാഹ് പരിശുദ്ധമായ സഫർ മാസമൊക്കെ വിട പറഞ്ഞ് ഓരോ ദിവസം ഇങ്ങനെ വിട പറഞ്ഞു പോകുന്നു. റബീഉൽ അവ്വലിന് ഏകദേശം 2 ആഴ്ചയും കുറച്ച് ദിവസം കൂടിയാണ് നമുക്ക് ബാക്കിയുള്ളത്. റബീഉൽ അവ്വലിനെ കാത്തിരിക്കുന്നവരാണ് നമ്മളെല്ലാവരും അല്ലെ. ഒരുപാട് മൗലിദും അതുപോലെ തന്നെ മറ്റ് മദ്ഹുകളും മനാഖിബുകളൊക്കെ പാടാൻ നമ്മൾ തയ്യാറായിരിക്കുകയാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഈ പുണ്യമായ സമയത്ത് നമുക്കൊരു സ്വലാത്ത്, ഇന്നത്തെ ഈ തിങ്കളാഴ്ച രാവിൽ നമുക്കൊരു സ്വലാത്ത് പറഞ്ഞിട്ട് നമ്മുടെ മജ്ലിസ് തുടങ്ങാം. നാളെ തിങ്കളാഴ്ച നാളെ പകലിലും ഇൻഷാ അല്ലാഹ് ഈ ഒരു ദിക്റും സ്വലാത്തൊക്കെ നിങ്ങൾക്ക് ചൊല്ലാവുന്നതാണ്. അതിനൊക്കെ വലിയ നേട്ടമാണ്. ആദ്യമായി നമ്മൾ പറയുന്ന ഒരു സ്വലാത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സ്വലാത്തും സലാമും പറഞ്ഞിട്ട്, അള്ളാഹുവിൻ്റെ ഹബീബെ എനിക്കൊരുപാട് പ്രയാസങ്ങളുണ്ട്, ഞങ്ങൾക്കൊരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് അല്ലേ, അതൊക്കെ നിങ്ങൾ അള്ളാഹിനോട് പറഞ്ഞിട്ട് അതൊക്കെ ഒന്ന് മാറ്റിത്തരണേ എന്നൊക്കെ ഏകദേശം അർത്ഥം വരുന്ന അല്ലേ, നബിതങ്ങൾ നമ്മളോട് ചേർന്നിരിക്കാൻ നമ്മൾ താല്പര്യപ്പെടുന്ന ആ ഒരു തരത്തിലുള്ള വലിയ ഇഷ്കിൻ്റെ ആളുകൾ പറയുന്നൊരു സ്വലാത്തുണ്ട്. ഇഷ്കിൻ്റെ നബിതങ്ങളോട് ഒരുപാട് മഹബത്തുണ്ടാകുന്ന ആളുകൾ പറയുന്നൊരു സ്വലാത്താണ് നമ്മൾ ആദ്യമായി പറയാൻ പോകുന്നത്. ഇൻഷാ അല്ലാഹ് നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് ആ സ്വലാത്തൊന്ന് പറഞ്ഞാലോ? എല്ലാവരും ഒന്നിച്ച് ചൊല്ലിക്കോ. സല്ലല്ലാഹു വസല്ലമ അലൈക യാ റസൂലല്ലാഹ് ഖുദ് ബിയദി. സല്ലല്ലാഹു വസല്ലമ അലൈക യാ റസൂലല്ലാഹ് ഖുദ് ബിയദി. സല്ലല്ലാഹു വസല്ലമ അലൈക യാ റസൂലല്ലാഹ് ഖുദ് ബിയദി. സല്ലല്ലാഹു വസല്ലമ عليك يا رسول الله خذ بيدي. صلى الله وسلم عليك يا رسول الله خذ بيدي. صلى الله وسلم عليك يا رسول الله خذ بيدي. صلى الله وسلم عليك يا رسول الله خذ بيدي. صلى الله وسلم عليك يا رسول الله خذ بيدي. صلى الله وسلم عليك يا رسول الله خذ بيدي. صلى الله وسلم عليك يا رسول الله خذ بيدي. صلى الله وسلم عليك يا رسول الله خذ بيدي. صلى الله وسلم عليك يا رسول الله خذ بيدي. صلى الله وسلم عليك يا رسول الله خذ بيدي. صلى الله وسلم عليك يا رسول الله خذ بيدي. صلى الله وسلم عليك يا رسول الله خذ بيدي. صلى الله وسلم عليك يا رسول الله خذ بيدي. اللهم صل على سيدنا محمد والآل والأصحاب سلم. 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 اللهم صل على سيدنا محمد والآل والأصحاب سلم.
اللهم صل على سيدنا محمد والآل والأصحاب سلم 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 اللهم صل على سيدنا محمد والآل والأصحاب سلم